ഇന്ത്യൻ വാഹന വിപണി വലിയൊരു മാറ്റത്തിലാണ് എന്ന് പറയാം. ഒരുപാട് ആളുകൾ കംഫർട്ട് വാഹനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മറ്റു ചിലർ ഇലക്ട്രിക് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് ആളുകൾ SUVകളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ബാക്കിയാണ്, എന്തോസിയാസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ ഇനി വരില്ലേ എന്നൊരു ചോദ്യം. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ ഞാനുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് SUV എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ XUV 300 TGDI. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പവർഫുൾ മെഷീനായിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ്, ഇതിൻ്റെ പ്രത്യേകതകളാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പേരിനെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ XUV 300 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് എഡിഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 300 TGDI എന്ന് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം വൈസും ലുക്ക് വൈസും ഏറെക്കുറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചില കോസ്മെറ്റിക്സ് ചേഞ്ചുകൾ മാത്രം എന്ന് പറയാം. അതിന് ആദ്യത്തെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡ് കളറാണ്. തീർച്ചയായിട്ടും റെഡ് കളർ ഹൈലൈറ്റ് ചെയ്യുന്നത് സ്പോർട്ടിനെസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു റെഡ് കളറിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഒരു പ്രത്യേക ഡിസൈൻ ആനുപാതത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. അത് ബമ്പറിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ആ ഒരു റെഡ് കളറിങ് അവിടെ കാണാൻ കഴിയും. പിന്നെ അതുപോലെ റെഡ് നമ്പർ പ്ലേറ്റ് ടെമ്പററി ആയതുകൊണ്ടാണ് നമ്മൾ വാഹനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു വെള്ള നമ്പർ പ്ലേറ്റ് കിട്ടും എന്നതാണ്. പിന്നെ DRLും കാര്യങ്ങളൊക്കെ അത് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഹാലജൻ പ്രൊജക്ടർ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത് എന്നുകൂടി പറയേണ്ടി വരും. ഫോഗ് ലാമ്പിനെയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കളർ നല്ല രസമുണ്ടല്ലേ, ഒരു ഗോൾഡൻ ടച്ച് വിത്ത് പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്സ്. അത് നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് ഈ ഒരു റെഡ് കളറും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് അണ്ടർ 4 മീറ്റർ സെഗ്മെൻറ്റിലാണ് XUV 300 വരുന്നത് എന്ന് പറയാം. ലുക്ക് വൈസ് നല്ല രസമുണ്ടല്ലേ. ശരിക്കും ആ ഒരു SUV ക്ലാഡിങ്ങും അതുപോലെ തന്നെ ഈ ഒരു റൂഫ് റെയിലും ഒക്കെ ചേരുന്ന സമയത്ത് ഒരു SUV എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ആ തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡുവൽ കളറാണ് എന്നുള്ളത് സൈഡിലേക്ക് വരുന്ന സമയത്ത് നല്ല ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഭാഗവും റൂഫിലെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റും അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് സൈഡ് വ്യൂ മിററും എല്ലാം കൂടി ചേരുന്ന സമയത്ത് ആ ഒരു ഡുവൽ ടോൺ കൊള്ളാം. അതുപോലെ തന്നെ ഒരു 16 ഇഞ്ച് വീലുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ആ ഡുവൽ ടോൺ അലോയ് വീലിൽ വന്നതും നല്ല ഭംഗിയുണ്ട് എന്ന് പറയാം. സൈഡ് വ്യൂ മിററിനകത്ത് ഇൻഡിക്കേറ്ററിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൈഡ് വ്യൂ മിററുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കിയാൽ ഒരു ക്രാഫ്റ്റിംഗ് ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത് ശരിക്കും ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിലേക്കാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയാം. ടെയിൽ ലാമ്പ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്തും ഹാലജനായിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റുകൾ തന്നെയാണ്. സൈഡിലേക്ക് കയറി നിൽക്കുന്നു, കുറച്ച് ഭാഗം ബൂട്ടിലേക്കും കയറി നിൽക്കുന്നു. ഈ ഒരു ഭാഗം ശരിക്കും ഉണ്ടാകും ഒരു പ്രത്യേക ഡിസൈൻ ആ തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. XUV 300 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. റിഫ്ലക്ഷൻ യൂണിറ്റ്. ശരിക്കും ഈ ബമ്പർ ഭയങ്കര ഹൈലൈറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ബൾജി ആയിട്ടുള്ള ബമ്പറൊന്നുമല്ല. ശരിക്കും ബോഡി അനുപാതത്തിൽ തന്നെ വന്നിട്ടുള്ള തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പറയാം. അതുതന്നെ ഇവിടെ കണ്ടോ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് വരുന്നത് ഈ ഒരു ഭാഗത്ത് താഴ്ഭാഗത്തേക്കായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മഹീന്ദ്രയുടെ പുതിയ ലോഗോ ശരിക്കും നല്ല രസമുള്ള ലോഗോ ആണല്ലേ. പഴയ ലോഗോയും പുതിയ ലോഗോയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിൽ വന്നിട്ടുള്ള റിയർ സ്പോയിലർ യൂണിറ്റാണ്. അതിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ആൻറ്റീന, ഷാർക്ക് ഫിൻ ആൻറ്റീന ആക്കാമായിരുന്നു അല്ലേ, കുറച്ചും കൂടി ക്യൂട്ട് ലുക്കുമായിരുന്നു. അതുപോലെ തന്നെ W8 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. അതും ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒരു ക്രോം കൂടി ആണെങ്കിൽ ഇതിലിട്ട് മാച്ച് ആയിരുന്നില്ലേ, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ മാച്ച് വേണ്ട വിചാരിക്കേണ്ടി വരും. ബോട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബോട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. നമുക്കൊരു 1, 2, 3, 4, 5 ബാഗുകളൊക്കെ നിഷ്പ്രയാസം നമുക്കിതിനകത്ത് കൊള്ളാം. മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അവിടെ ഇവിടെ നമുക്കൊരു പിടുത്തം കൊടുത്തിട്ടുണ്ട്. അവിടെ വെറ്റൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ പിടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇവിടെ പിടിച്ചിട്ട് നമ്മളെ കയ്യിലൊന്നും ചെളിയാക്കാതെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ റിക്കോ സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഇൻറ്റീരിയറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മാനുവൽ കൺട്രോളുകളുള്ള സീറ്റുകളെയും നമുക്കവിടെ കാണാൻ കഴിയും. സീറ്റ് ലെതറാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണാം. പുതിയ ലോഗോയോട് കൂടി വന്നിട്ടുള്ള പുതിയ സ്റ്റിയറിംഗ് വീല്. ഇവിടേക്ക് വരുന്ന സമയത്ത് സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ, പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യുന്ന ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് AC വെന്റിനെ നമുക്ക് കാണാൻ കഴിയും. ഇതിലൊക്കെ നേരത്തെ നമ്മുടെ ഇലക്ട്രിക് കണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കോപ്പർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു വന്നിരുന്നത്. ഇതിനകത്തേക്ക് അത് ഒരു സിൽവർ ടച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ XUV 300യിലും അതുപോലെ തന്നെ XUV 400യിലും ഒക്കെ കണ്ടതിനോട് തത്തുല്യമാണ്, വലിയ വ്യത്യാസമില്ല. ഈവൺ ഈ ഒരു കപ്പ് ഹോൾഡറിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പെഡലുകൾ കുറച്ചൊരു സ്പോർട്ടി അപ്പീലിൽ ഒരു ക്രോം ഫിനിഷോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. നൈസ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത്
ഒരു റെഡിഷ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണെന്ന് പറയാം. അത് ആ ഒരു സ്പോർട്ടി അപ്പീൽ തരാൻ സഹായിക്കുന്നുണ്ട്. നമ്മൾ നല്ല പെർഫോമൻസിലോടുമ്പോൾ ആ റെഡ് കളറൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് കിട്ടുമ്പോൾ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ചെറിയൊരു TFT ഭാഗവും നമുക്കവിടെ കാണാൻ കഴിയും. അതിനകത്ത് നമ്മൾ ട്രിപ്പ് മീറ്റേഴ്സ്, അതുപോലെ ഫ്യൂവലിൻ്റെ പൊസിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ഒരു 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ സിസ്റ്റം തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്തൊരു റെസ്പോൺസീവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു കോമൺ മഹീന്ദ്ര യൂണിറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു മെമ്മറി എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാം. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ AC-യുടെ മെമ്മറി ബട്ടൺ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഫുള്ളിലിട്ടിട്ട് ഇപ്പോൾ ഫുൾ AC ഇട്ടു, മെമ്മറി നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും നേരത്തെ സെറ്റ് ചെയ്ത മെമ്മറിയിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് ആ തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളൊരു സംഭവം. പിന്നെ മോഡ് സെലക്ഷൻ, അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 USB പോർട്ട് തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു ചെറിയ ഇൻഫോ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ XUV 4W മിസ്സിങ് ആയിരുന്നു അല്ലേ. അതുപോലെ ഇവിടെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാം. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 സ്റ്റിയറിംഗ് മോഡുകളുണ്ട്. നോർമൽ, സ്പോർട്ട്, അതുപോലെ തന്നെ കംഫർട്ട് തുടങ്ങിയിട്ടുള്ള 3 സ്റ്റിയറിംഗ് മോഡ് അതിവിടെ ശരിക്കും നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് അവൈലബിൾ. ഇതൊരു പ്യുവർ എന്തോസിയാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഇതിനകത്ത് വന്നിട്ടില്ല. അവിടെ ഞാനൊരു മാനുവൽ ഫാൻ ആയതുകൊണ്ട് എനിക്കത് പ്രത്യേകം പറയാൻ പറ്റുമോ എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്നുള്ള ആ ഒരു ഫീല് നമുക്കത് മാറ്റിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിലും മാനുവൽ ട്രാൻസ്മിഷൻ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ശരിയല്ലേ? ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് കാണാം. അതുപോലെ തന്നെ ഫോൺ വെക്കാനുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 കപ്പ് ഹോൾഡറുകളെയും നമുക്ക് കാണാൻ കഴിയും. ആൻഡ്രസ്റ്റ്, അതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ്, നേരത്തെ നമ്മൾ EV-യിൽ കണ്ട ആ സാധനങ്ങളൊക്കെ ശരിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം സെയിം തന്നെ. ഈവൻ ഇതിനകത്തുള്ള കാർഡ് ഹോൾഡർ വരെ നമുക്ക് ഇതിനകത്ത് തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പറയാം. കാർഡ് വെക്കാണോ, നൈസ്. ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് K-Hills എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവരുടെ കാർഡ് കൊണ്ട് തന്നിരുന്നു, അതുകൊണ്ട് എളുപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റി. നല്ല രസമുള്ള അറ്റ്മോസ്ഫിയർ അല്ലേ, നൈസാണ്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് റോ ആണ്. അപ്പോൾ അതിന് മുന്നൊരു കാര്യം കൂടി പറയട്ടെ, ഇതിനകത്തൊരു സൺറൂഫ് കൂടി ഉണ്ട്. ഒരു സിംഗിൾ പാൻ സൺറൂഫ് ആവശ്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാം. സംഭവം ഒരു ഫാൻസി ഫീച്ചർ ആണെങ്കിൽ പോലും വണ്ടി എടുക്കുമ്പോൾ സൺറൂഫ് ഉണ്ടോ എന്നൊരു ചോദ്യം കോമൺ ആയി തുടങ്ങി. സൺറൂഫ് ഉണ്ട്, ശരിക്കും അത് ഉപയോഗിക്കലുണ്ടോ എന്നുള്ള ചോദ്യം രണ്ടാമത്താണ്. അതിനിപ്പോൾ പ്രസക്തി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. നേരത്തെ നമ്മൾ XUV 3W കണ്ടതുപോലെ തന്നെയാണ്. കുറച്ച് തൈ സപ്പോർട്ട് കുറവുള്ള സീറ്റ്, ആംബ്രസ്റ്റ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ, ഹെഡ് റൂമും കാര്യങ്ങൾ, അതിനകത്തുള്ള ഈ ഒരു ചെരിവ് എല്ലാം സെയിം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടി ലെഗ് റൂം കൂടുതൽ നമ്മുടെ EV-യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കുറച്ചും കൂടി നീള കൂടുതലായതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോണറ്റ് ഓപ്പൺ ആക്കുമ്പോഴേ നേരത്തെ നമ്മൾ EV-യിൽ ഓപ്പൺ ആക്കിയ പോലെ തന്നെ 90 ഡിഗ്രി ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ. അത് ടെക്നിക്കൽ സപ്പോർട്ടിന് വരുമ്പോൾ, അതായത് ഈ മെയിൻ്റനൻസിന് വരുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം വരുന്നത്. പുതിയ ടർബോ പെട്രോൾ എൻജിൻ. ഇത് പെട്രോളിനകത്ത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ടർബോയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. ഇനി എൻജിനെ കുറിച്ചും എൻജിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഇതിനകത്തുള്ള എക്സ്ട്രാ ടോർക്കിനെ കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ചും നമുക്ക് പറയേണ്ടതുണ്ടല്ലേ. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചോദ്യം അതായിരിക്കും, ഇതിൻ്റെ വില എന്താണ്. അതുപോലെ തന്നെ ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം ആകുമ്പോൾ മൈലേജ് കുറയൂലേ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ XUV 300 TGDI, അതായത് മോസ്റ്റ് പവർഫുൾ കോമ്പാക്ട് SUV നമ്മളൊന്ന് ഓടിക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.2 ലിറ്റർ M സ്റ്റാലിയൻ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. അത് ഹൈ പ്രഷർ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. 130 PS ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. 230 പ്ലസ് ഒരു 20% എക്സ്ട്രാ NM ടോർക്കും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ടോട്ടൽ 250 NM ടോർക്കാണ് വരുന്നത്. ഈ 20 എക്സ്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇനീഷ്യൽ പിക്കപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ പെട്ടെന്ന് ഹാർഡ് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു കിക്ക് റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു 20% ആണെന്ന് പറയാം. അത് 2-3 നിബന്ധനകളുണ്ട്. ഒന്ന്, 2-6 എന്നുള്ള പൊസിഷനിലായിരിക്കണം ഗിയർ ഉണ്ടായിരിക്കുക, അതായത് 2-ൻ്റെയും 6-ൻ്റെയും ഇടയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 70% ആക്സിലറേഷനിലായിരിക്കും അത് വർക്ക് ചെയ്യുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 250 നമ്മൾ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ഭയങ്കര റിഫൈൻഡ് ആണ്, ഭയങ്കര സ്മൂത്താണ്. ഏറ്റവും പുതിയ സ്റ്റാലിയൻ എഞ്ചിൻ എന്ന് പറയേണ്ടി വരും. ഒരു പുതിയ ടർബോ അല്ലേ, നൈസ്. അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫീൽ ഗുഡ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് 3 മോഡുകളുണ്ട്. നോർമലും കംഫർട്ടിലും വരുന്ന സമയത്ത് കുറച്ച് ലോക്കാണ്. സ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കൂടി ഒരു സ്മൂത്ത് സ്റ്റിയറിംഗ് പൊസിഷൻ, മീൻസ് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള അതിലുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പറയാനുള്ളത് പെർഫോമൻസ് ആണ്. ഭയങ്കര ഫൺ ഡ്രൈവാണ്, സൂപ്പർ, ഒന്നും പറയാനില്ല. പിന്നെ ഇതൊരു പ്യുവർ എന്തോസിയാസ്റ്റിക് വാഹനമാണ്. അതായത് എന്തോസിയാസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വാഹനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം
ഓട്ടോമാറ്റിക്കിനകത്തില്ല, മാനുവൽ. അതിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക് എന്തൂസിയാസ്റ്റുകൾക്ക് ഇല്ല എന്നുള്ളതല്ല കേട്ടോ, മാനുവൽ എന്തൂസിയാസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുക. കാരണം പല വാഹനങ്ങളും ഓട്ടോമാറ്റിക്കിലും നല്ല ഫണ്ണായിട്ട് ഓടിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത്, ഇത് ഒരു പ്രത്യേക ഓളത്തിൽ പറഞ്ഞതാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് നമുക്ക് പെട്ടെന്ന് ഗിയർ മാറ്റി വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് തന്നെ പറയാം. 10.2 സെക്കൻഡ് കൊണ്ട് 0 to 100 ടച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കോമ്പാക്ട് SUV ആ ഒരു പെർഫോമൻസിൽ എനിക്ക് തോന്നുന്നു വേറെ അധികം ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെയാണ്. പിന്നെ ക്ലച്ചും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ്. അതുപോലെ തന്നെ വളരെ ഒരു 2 വിരലുകൊണ്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ഗിയർ പൊസിഷൻ ഉള്ളത്. അപ്പോൾ എത്ര സ്പീഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല പെർഫോമൻസിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇനി പറയാനുള്ളത് സസ്പെൻഷനെ കുറിച്ചാണ്. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്, ഭയങ്കര സ്മൂത്താണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് സ്റ്റിഫാണ്. അതുകൊണ്ട് തന്നെ എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും മാനുവർ ചെയ്യുമ്പോൾ നമുക്കത് വാഹനത്തിനകത്തേക്ക് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എടുക്കുന്ന ആളുകൾ നല്ല പെർഫോമൻസിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു റേഞ്ചിലായിരിക്കും അധികം എല്ലാവരും പിടിക്കുകയുണ്ടാവുക. അങ്ങനെ ഇത് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കും ഇല്ലാതിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സസ്പെൻഷനാണ് ഈ വാഹനത്തിനകത്തുള്ളത് പറയാം. മറ്റേ ഫ്ലോട്ടി ആവുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടൊരു ബോഡി റോളും ഒരു കുഴച്ചിലും ഒക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് കുറേ സമയം ഓടിക്കുമ്പോൾ നമ്മളെ ബോറടിപ്പിക്കും. ഇതിനകത്താകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റായിട്ട് നല്ല ഫണ്ണായിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് കൊള്ളാം. പിന്നെ ഒരു ചോദ്യമാണ് എത്രക്ക് കിട്ടും അല്ലേ? എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലേ? അതായത് ഇതിപ്പോൾ ഒരു പെർഫോമൻസ് വാഹനമാണ്, അതുകൊണ്ട് തന്നെ മൈലേജ് വളരെ കുറവായിരിക്കും എന്നൊക്കെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഇതിനകത്ത് 18.1 km/ലിറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതൊരു നല്ല ഫിഗർ അല്ലേ? അത്യാവശ്യം നല്ല 130 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 18.1 km ആവറേജ് കിട്ടുന്ന ഒരു എം സ്റ്റാലിയൻ എഞ്ചിൻ, അത് നല്ലൊരു ഫിഗറായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ 10.2 ലക്ഷം രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് സാധാരണ XUV 300 അപേക്ഷിച്ച് ഒരു 45,000 രൂപയുടെ അടുത്ത് നമുക്കിതിനധികം കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അതും വലിയ മോശമൊന്നുമില്ലാത്തൊരു പ്രൈസ് റേഞ്ച് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ളത് ഇറാം മോട്ടോഴ്സിൽ നിന്നാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മഹീന്ദ്രയുടെ ഓതറൈസ്ഡ് ഡീലറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഹീന്ദ്രയുടെ ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താറിൻ്റെ പുതിയ 2 വീൽ ഡ്രൈവ് വന്നു, താറിൻ്റെ 4x4 നമുക്ക് നേരത്തെ അവൈലബിൾ ആണ്, XUV 400 വന്നു, മരാസോ ഉണ്ട്, അതുപോലെ തന്നെ അൾട്ടുറാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മഹീന്ദ്രയുടെ വാഹനങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മഹീന്ദ്ര ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതിൻ്റെ ഒരു ഇവൻ്റ് വെച്ച് നടന്ന സമയത്ത് അവരുടെ പുതിയ ഇലക്ട്രിക് ഓഫ് റോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയും അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലൈനപ്പാണ് മഹീന്ദ്രയുടേത് എന്ന് പറയേണ്ടി വരും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫ് ബിൽഡിങ്ങും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്, നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതും ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അഭിമാനം തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ മഹീന്ദ്രയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾ എടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇറാം മോട്ടോഴ്സിനെ ബന്ധപ്പെടാം. അവരുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, അന്വേഷിക്കുക, ടെസ്റ്റ് ഡ്രൈവ് ഇട്ട് നോക്കുക. അപ്പോൾ എന്തായാലും XUV 300യുടെ TGDI വേർഷൻ, അതായത് പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു വേർഷൻ ഓടിക്കുന്ന സമയത്ത് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്, നല്ല ഫണ്ണാണ്. എത്ര ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാലും മടുക്കാത്ത രൂപത്തിൽ വാഹനം ഇങ്ങനെ പിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവരെ ഹാപ്പി ആക്കുന്ന ചില ഘടകങ്ങൾ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. ആ ഘടകങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഏറ്റവും പുതിയ 300 വന്നിട്ടുള്ളത് എന്നുള്ളതും ഒരു നല്ല കാര്യമായിട്ട് എടുത്തു പറയാം. അപ്പോൾ ഏതായാലും XUV 300 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.